ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ കണ്ണേറമ്മയുടെ ഫോട്ടോയാണ്. അപ്പൊ ഇതാണ് ഇനി ഇപ്പൊ ചർച്ചാ വിഷയം. നമ്മുടെ ചന്ദ്രമതിക്ക് ഇത് കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കണില്ല കേട്ടോ. ചന്ദ്രമതി അങ്ങോട്ട് തുള്ളുവല്ലേ. ആരാണ് ഈ ഫോട്ടോ എടുത്ത് പകർത്തിയത്? എനിക്കറിയാം ഇതിന്റെ പിന്നിൽ രേവതിയാണെന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ മെക്കിട്ട് കയറാനൊക്കെ ചെല്ലാണ്. ഏതായാലും ഈ ഫോട്ടോ നമ്മുടെ രവീന്ദ്രനും കണ്ടു. രവീന്ദ്രൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേത് ഫോട്ടോ, ഇതാരാ? അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ സച്ചി കണ്ണേറമ്മ അതെ കണ്ണേറമ്മയാ, പക്ഷെ ഇത് നമ്മുടെ അമ്മയും കൂടെയാണ്. അപ്പൊ പെട്ടെന്ന് നോക്കിയപ്പോ ശരിയാണല്ലോ, ചന്ദ്രന്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ. ഇതെന്ത് പറ്റി ഇങ്ങനത്തെ ഒരു കോലം? ഇതെന്താ ചന്ദ്രൻ, നീ ഇതെന്താ പുതിയ മോഡലാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മനുഷ്യ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇതിന്റെ പിന്നിൽ ആരാണെന്നൊക്കെ എനിക്കറിയാം. അന്ന് ഞാൻ തലയില് മറ്റേ പൊടിയൊക്കെ ആയിട്ട് നിന്ന് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. അന്നേ ഇവളെടുത്തതായിരിക്കും, ഇവള് തന്നെ എടുത്താന്ന് പറഞ്ഞ് രേവതിയുടെ വെക്കിട്ട്. അപ്പൊ രേവതിയാണെങ്കിൽ ചിരിക്കാനും തുടങ്ങി കേട്ടോ. ഈ ഫോട്ടോ കണ്ട ആർക്കാണേലും ചിരി വരും. അപ്പൊ രേവതി മാത്രമല്ല, അവിടെ നമ്മുടെ സുധിയും ശ്രുതിയും അതുപോലെ വർഷയും ശ്രീകാന്തും ഒക്കെ ചിരിക്കുന്നുണ്ട്. പക്ഷെ അവര് ചിരിക്കുന്ന ആരും ചന്ദ്ര കാണുന്നില്ല. അവര് ചിരിക്കുന്നത് ആരും ചന്ദ്രയ്ക്ക് അറിയണ്ട. പക്ഷെ നമ്മുടെ രേവതിയുടെ പല്ല് ശകലം വെളിയിൽ വന്ന് പേടി. നീ എന്താടി കിടന്ന് ചിരിക്കുന്നത്? നിന്റെ പല്ല് വെളിയിൽ വന്നാൽ നിന്റെ പല്ല് വെളി ചാടിക്ക് ഞാൻ മിണ്ടാതോടെ ഇരുന്നോ. അവള് ചിരിക്കുന്നു കൂടുതലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു, അതെന്താ അമ്മ അവള് ചിരിക്കുന്ന മാത്രം കണ്ടത്? വേറെ ആരും ചിരിക്കുന്ന അമ്മ കണ്ടില്ലേ? വേറെ ഇവിടെ എത്ര പേര് ചിരിച്ചു? അതൊന്നും അമ്മയ്ക്ക് കാണണ്ടേ? വർഷ ചിരിച്ചു, ശ്രുതിയടത്ത് ചിരിച്ചു, എന്റെ ചേട്ടൻ ചിരിച്ചു, അനിയൻ ചിരിച്ചു, അച്ഛൻ ചിരിച്ചു. ഇതൊന്നും കാണണ്ട. രേവതി ചിരിച്ചത് കണ്ടിട്ട് രേവതിയുടെ മെക്കിട്ട് കയറാൻ അമ്മേ രേവതി എന്താ ചെയ്തത്? അവളാണ് ഈ ഫോട്ടോ എടുത്തതും ഈ ഫോട്ടോ പ്രചരിപ്പിച്ചതും ഒക്കെ. ആരെങ്കിലും ഈ ഫോട്ടോ കണ്ടിട്ട് തോന്നിക്കാണും അവർക്ക് ഇത് കണ്ണേറമ്മയുടെ ഒരു ഇതുണ്ട്, ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് ദൃഷ്ടി പോകും. നമ്മൾ സാധാരണ വീടൊക്കെ പണിയുമ്പോ കോലം തൂക്കിയിടാറില്ലേ? ആ ഒരു പ്രോസസ്സ് തന്നെയാന്നേ. അമ്മേനെ കണ്ടപ്പോ ഒരു കോലമായിട്ട് തോന്നി. അപ്പൊ എല്ലാവരും ആ കോലം വീട്ടിൽ വെക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അമ്മ കണ്ണേറമ്മയായി. ഇനി ഒരു അമ്പലവും കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് വെച്ചടി കയറ്റമായിരിക്കും. കുറെ പൈസ തടയും. അപ്പോഴത്തേക്കും നമ്മുടെ സുധി അത് ശരിയാണല്ലോ. വീണ്ടും നമ്മുടെ രേവതിയുടെ മെക്കിട്ട് കയറുക. എന്നെ അപമാനിക്കാൻ വേണ്ടിയല്ലേ നീ ഇങ്ങനെ ചെയ്തത്? പൂ വിറ്റ കാശ് പോരാഞ്ഞിട്ടാണോടി നീ ഇതും കൂടെ വിറ്റ് കാശുണ്ടാക്കുന്നത്? എനിക്കറിയാം നിന്റെ ഉദ്ദേശം എന്താണെന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു, ആന്റിയുടെ ഫോട്ടോ എടുത്ത് പുറത്ത് വിട്ടത് രേവതി ചേച്ചി ഒന്നും അല്ല. ആവശ്യമില്ലാതെ ഒന്നും ഇങ്ങനെ പറയരുത് കേട്ടോ. ഇങ്ങനെ ഒരു ഫോട്ടോ ഇറങ്ങാൻ കാരണം ഞാനാ. ആര്? നീയോ? അപ്പൊ എല്ലാവരും പേടിച്ചു പോയിട്ടോ. വർഷയോ? അതേന്നെ, അന്ന് ആന്റിയുടെ തലയില് മൈദവാവ് വീണില്ലേ, അന്ന് ഞാന് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടായിരുന്നു ആന്റിയുടെ. അതാരോ എടുത്ത് ഈ രൂപത്തിലാക്കി വിറ്റതാ. അതുറപ്പാ. ഇത് ആരോ എടുത്ത് കണ്ണേറമ്മയുടെ ആ ഒരു രൂപം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ എടുത്ത് വിറ്റാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് ചോദിച്ചു, അതെന്തിനാ സ്റ്റാറ്റസ് ഒക്കെ എടുത്തിട്ടത് നീ? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? അത് ഞാനൊരു ഫണ്ടിന് ചെയ്തതല്ലേ. എടുത്തിങ്ങനെ ഒരാളെ ഫോട്ടോ ആക്കി വിൽക്കുന്നു ഞാൻ കരുതിയോ? ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ട് ചെയ്തതല്ല. അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി പറഞ്ഞത്, അച്ഛാ നമുക്ക് എന്താ അച്ഛാ ഇങ്ങനെ ഒരു ഐഡിയ നേരത്തെ തോന്നാതെത്തിയത്? എങ്കിൽ നമുക്കിപ്പോ എത്ര പൈസ കിട്ടിയേനെ. അയ്യോ, അമ്മയുടെ ഫോട്ടോ വെച്ച് ഏതോ ഒരുത്ത ക്യാഷ് ഉണ്ടാക്കുക. ഇത് വലിയ കഷ്ടമാണല്ലോ. അല്ല, ഇനിയിപ്പോ ഇതിന്റെ കോപ്പി ഷോ എന്നതാ? അല്ല, കോപ്പിറൈറ്റ്. അത് തന്നെ ശ്രീകാന്തെ, കോപ്പിറൈറ്റ്. അത് നമ്മുടെ അല്ലേ. അപ്പൊ പിന്നെ നമുക്ക് ഒരു കടയും ഒരു അമ്പലവും ഒക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ലതല്ലേ? എടാ, ഒരു ഫോട്ടോയ്ക്ക് എത്ര രൂപയാണ് കൊടുത്തത്? അപ്പൊ നമ്മുടെ സുധി പറഞ്ഞു 400 രൂപ. 400. അപ്പൊ നമ്മുടെ 10 ഫോട്ടോ വിറ്റാൽ 4000 രൂപ. 100 ഫോട്ടോയ്ക്ക് 40,000 രൂപ. നമ്മുടെ തലവരെ തന്നെ മാറില്ലേ? അപ്പോഴത്തേക്ക് സുധി പറഞ്ഞു, വേണ്ട, ആ ബിസിനസ് ഒന്നും നീ നോക്കണ്ട. ബിസിനസ് മകന്റെ ഞാൻ അത് നോക്കിക്കോളാം. അമ്മയുടെ ഈ കണ്ണേറമ്മയുടെ കോപ്പിറൈറ്റ് എനിക്ക് തരുമോ അമ്മയെന്ന് സുധി. അപ്പോഴത്തേക്കും ആണെങ്കിൽ ചന്ദ്രൻ നിർത്തടാ. എല്ലാത്തിനെയും കൂടെ ഞാനുണ്ടല്ലോ കൊന്ന് ഞാൻ കുഴിച്ചു മൂടും. മിണ്ടാതിരുതോ എല്ലാവരും. എന്റെ ഫോട്ടോ എടുത്തിപ്പോ നിങ്ങൾക്കൊക്കെ പ്രദർശനം നടത്തണം അല്ലേ? പൈസ ഉണ്ടാക്കണം അല്ലേ? ഇപ്പൊ ഞാൻ സമ്മതിച്ചു തരാം. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ ഏതോ ഒരുത്തൻ നിന്റെ മുഖം വെച്ച് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുക. നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? നീ സന്തോഷിക്കല്ലേ ചെയ്യേണ്ടത്? അപ്പം ഇവരുടെ കൂടെ കൂടി നിങ്ങൾ എന്നെ കളിയാക്കുവാണല്ലേ? നിങ്ങൾ എന്നെ കെട്ടിയൊന്നും മറക്കരുത് കേട്ടോ രവിയേട്ടാ. നിങ്ങളല്ലേ ഈ സമയത്ത് എന്നോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ടത്. ഞാൻ പോവുക. ഞാൻ ആരോടും മിണ്ടുന്നില്ല. അമ്മ പോവല്ലേ അമ്മ ഇവിടെ ഇരിക്കുക. ഈ ഫോട്ടോ ഞാൻ എന്റെ ഷോറൂമിൽ വെക്കണോ വേണ്ടോ?
വെച്ചതിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും, മര്യാദയ്ക്ക് വിട്ടുവെക്കോ. അത് പിന്നെ ഈ ഫോട്ടോ വെച്ചാൽ ദൃഷ്ടിദോഷം ഉണ്ടാവില്ലെന്നല്ലേ പറയുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി അതിനമ്മയുടെ ഒറിജിനൽ ഫോട്ടോ വെച്ചാൽ പോരേണെന്ന്. അപ്പോഴത്തേക്കും വർഷയെ ശ്രീകാന്ത് ചിരിക്കാൻ തുടങ്ങി കേട്ടോ. നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അത് ശരിയാ, അത് ശരിയാ അച്ഛാ, ഈ 2 ഫോട്ടോയും ഒന്നല്ലേ അച്ഛ? അതും ശരിയാ. അതുകൊണ്ട് അച്ഛാ ഞാൻ പറഞ്ഞത് അതും ശരിയാ. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് തൃപ്തിയായി, വയറ് നിറഞ്ഞു കേട്ടോ. നമ്മുടെ രവീന്ദ്രൻ ആ ഫോട്ടോ നേരെ നോക്കുന്നു, ചരിച്ചു നോക്കുന്നു, സൈഡ് വെച്ചൊക്കെ നോക്കി ചിരിച്ചോണ്ടൊക്കെ ഇരിക്കുക. ഈ സമയത്ത് നമ്മുടെ സുധി പറഞ്ഞു, ദേ ഞാനേ പണ്ടൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരു കാര്യം വിശ്വസിക്കാൻ തുടങ്ങിയാൽ അത് കള്ളമാണെങ്കിൽ സത്യമാകും. ഈ ദൃഷ്ടിദോഷം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണല്ലോ എല്ലാവരും ഈ ഫോട്ടോ മേടിച്ചു വെക്കുന്നത്. അപ്പോഴേ ഈ ഫോട്ടോയ്ക്ക് ഒരു പവർ ഉണ്ടാവും. പവർ അത് കള്ളമാണെങ്കിൽ ചിലപ്പോൾ സത്യമാകും. അപ്പൊ സച്ചി പറഞ്ഞ, അത് ശരി, അത് പറഞ്ഞതിൽ കാര്യമുണ്ട്. എനിക്കേ ഒരു ഫോട്ടോ വേണം, 400 ഞാൻ തരാം. എനിക്ക് കാറിൽ വെക്കാൻ വേണ്ടിയാ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി, സച്ചേട്ടാ എന്നിങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ എന്താ രേവതി, എനിക്ക് നല്ല ട്രിപ്പ് ഉള്ളത് കൊണ്ടല്ല അവര് കണ്ണു വെക്കാന്നേ, അതുകൊണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അതെ നീ എന്റെ തലയിൽ മൈദമാവ് ഇട്ടോണ്ടല്ലേടി അവള് ഫോട്ടോ എടുത്തത്. അപ്പൊ എല്ലാത്തിനും കാരണം നീ തന്നെയാ. അയ്യോ, നീ വീട്ടിൽ കയറി വന്നതോടെ എന്റെ കഷ്ടകാലം തുടങ്ങിയത്. കഷ്ടമാണോ? എന്റെ അമ്മയെ രേവതി ചെയ്തത് നല്ല കാര്യമല്ലേ? ഓ, അമ്മ ഇപ്പൊ ഫേമസ് ആയില്ലേ? അപ്പൊ അമ്മയ്ക്ക് രേവതിക്ക് ഒരു നന്ദി കൊടുക്കത്തില്ലേ? നന്ദി പറയണ്ടേ? ഓ, മനുഷ്യന്മാര് സംസാരിക്കോ നിങ്ങളോടൊക്കെ? ഓ, നിനക്ക് സംസാരിക്കാം, നീ പിന്നെ മനുഷ്യത്തിയല്ലല്ലോ അല്ലെ എന്നിങ്ങനെ നമ്മുടെ രവീന്ദ്രൻ ഇത് കേട്ടിട്ട് വീണ്ടും വർഷയ്ക്ക് ചിരി വന്നിട്ട് വർഷം ചിരിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തിനോട് പറയടാ, അവളുടെ വായ അടുപ്പിച്ചോ, ഞാനിവിടെ നിന്ന് 2-1 നടക്കും, ഞാൻ പോകുവാന്നും പറഞ്ഞുകൊണ്ട് തുള്ളി അങ്ങ് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും, അമ്മേ ഞാൻ ഈ കണ്ണേറമ്മേനെ എന്ന് പറയുമ്പോഴത്തേക്കും, നീ വിട്ടു പോടാ, നിന്റെ ഒരു കണ്ണേറമ്മേനെ കൊണ്ട് പോക്കോണെന്ന് പറഞ്ഞു ഫോട്ടോ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര കയറി അകത്ത് പോയിട്ടോ. ഈ സമയത്ത് മിണ്ടാതിരുന്നാ പോരായിരുന്നു. എന്തിനാ വെറുതെ നീ ഓരോന്ന് ചെയ്തത്? അപ്പം ചന്ദ്ര പോയപ്പോ ഒരു അടിയും കൊടുത്തിട്ടാ പോയത് സുധിക്ക്. അപ്പോഴത്തേക്കും പറഞ്ഞു, അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നിനക്ക് വട്ടായിരുന്നോ? അമ്മ എന്ത് വേണേലും വിളിച്ച് പറയൂല്ലോ, ഞങ്ങൾ മാറി നിൽക്കുമല്ലേ, നീ അടുത്ത് തന്നെ അതുകൊണ്ടല്ലേ നിനക്ക് കിട്ടിയത്, തലക്ക് വട്ട് പിടിച്ചിരിക്കാന്ന് നമ്മുടെ സച്ചിയും പറഞ്ഞു കേട്ടോ. എന്തായാലും ഈ സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ഇനിയാണ് സീൻ. അപ്പൊ ഇത്ര നേരം നമ്മൾ കോമഡി ഒക്കെ അല്ലേ കണ്ടത്, ഇനിയിപ്പോ നമ്മുടെ ശ്രുതിയുടെ അമ്മ രംഗത്തെത്തി കേട്ടോ. ശ്രുതിയുടെ അമ്മ ഭയങ്കര ടെൻഷൻ പിടിച്ചാ വന്നത്. അപ്പോഴത്തേക്ക് ശ്രുതിയുടെ അമ്മയോട് മീര പറയുന്നുണ്ട്, ടെൻഷൻ അടിക്കണ്ട, എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്, ഇപ്പം ശ്രുതി വരും. അല്ല, എനിക്ക് ആദ്യം വരുന്നതിന് മുമ്പ് വീട്ടിലെത്താനുള്ളതല്ലേ, അതുകൊണ്ടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രുതി വന്നു. അപ്പൊ ശ്രുതി പറഞ്ഞു, എന്താ അമ്മ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നത്, എന്തെങ്കിലും പറഞ്ഞാൽ വിളിച്ചാ പോരായിരുന്നോ? അത് പിന്നെ വിളിച്ചാ പോരാ, എനിക്ക് നേരിട്ട് കണ്ടു പറയാൻ തോന്നി, അതാ. എന്താ അമ്മയ്ക്ക് പറയാനുള്ളത്? അതെന്താണെന്ന് പറ. അത് പിന്നെ ആദ്യം ഒരു ജോൾസിനെ കണ്ടത്രേ, അദ്ദേഹം പറഞ്ഞത് കേട്ട് ആകെ പേടിച്ചിരിക്കുകയാണ്. പിന്നെ അമ്മ തുടങ്ങിയോ? അമ്മ എന്തിനാ ഈ ജോൾസിനെ കാണാനൊക്കെ പോകുന്നത്? പണ്ട് ഇങ്ങനെ തന്നെയായിരുന്നു, എന്തിനും ഏതിനും ഒക്കെ കാണാൻ പോകുമായിരുന്നു. എങ്ങനെയും ഞാനത് നിർത്തിച്ചതാ. അല്ല മോള്, ഞാൻ വെറുതെ പോയി കണ്ടതൊന്നും അല്ല, ദൈവമായിട്ട് എനിക്ക് മുൻകൂട്ടി കാണിച്ചു തന്നു, അങ്ങനെയാ പറയേണ്ടത്. അങ്ങനെയാ ഞാൻ പോയി കണ്ടത്. എനിക്ക് പറ്റുന്നില്ല. ഞാൻ എങ്ങനെ സഹിക്കും? നീ മൂടി വെച്ച സത്യങ്ങളുണ്ടല്ലോ, നിന്റെ ഭർത്താവും വീട്ടുകാരൊക്കെ അറിഞ്ഞിട്ട് നിന്നെ തല്ലി പുറത്താക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടത്, അതുകൊണ്ടാ ഞാൻ പോയി കണ്ടത്. സഹിക്കാൻ പറ്റിയില്ല എനിക്ക്. ഓ, അപ്പൊ അമ്മയ്ക്ക് തുടങ്ങി വീണ്ടും. എനിക്കിതൊക്കെ കേട്ടിട്ട് ചിരിയാ വരുന്നത്. മോളെ ചിരിക്കല്ലേ, അത് നടക്കുന്ന ജോത്സ്യം പറഞ്ഞത്. ജോത്സ്യം നിന്റെ ജാതകം നോക്കിയിരുന്നു, നിനക്കിപ്പോ കഷ്ടകാലമാണെന്നും കണ്ടകശനിയാണെന്നും ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്നൊക്കെയാ പറയുന്നത്. പലതും നഷ്ടപ്പെടും നിനക്ക്. അതാ ആ ജോത്സ്യനെ എടുത്തു പറഞ്ഞത്. മൂടി വെച്ച് പല സത്യങ്ങളും പുറത്തു വരുമെന്നും അദ്ദേഹം പറഞ്ഞു. അത് കേട്ടപ്പോ മുതൽ എനിക്ക് പേടിയാ മോളെ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, അത് നിന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കും. എന്റെ അമ്മ, എന്റെ കഷ്ടകാലമൊക്കെ കഴിഞ്ഞമ്മേ, എനിക്കിപ്പോ നല്ല കാലം വന്നോണ്ടിരിക്കുന്നത്, അതമ്മ മനസ്സിലാക്ക്. ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ സന്തോഷത്തോടു കൂടിയല്ലേ ജീവിക്കുന്നത്, അതമ്മ കാണുന്നില്ലേ അമ്മേ? പിന്നെ എന്തിനമ്മ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ജോത്സ്യം പറഞ്ഞാണോ വിശ്വസിക്കേണ്ടത്, അതോ കൺമുമ്പിൽ കാണുന്നാണോ വിശ്വസിക്കേണ്ടത്? അയ്യോ മോളെ, നീ അങ്ങനെയൊന്നും പറയല്ലേ, നാളെ നടക്കാൻ പോകുന്ന കാര്യം അദ്ദേഹം പറഞ്ഞത് തെറ്റാറൊന്നുമില്ല. അദ്ദേഹം ഇതുവരെ പറഞ്ഞതൊക്കെ ശരിയായിട്ടുണ്ട്. മറ്റെന്തും സഹിക്കാം. നിനക്ക് കിട്ടിയ ഈ ജീവിതം ഇല്ലാതാവും അറിഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്കത് സഹിക്കാൻ പറ്റിയില്ല. അമ്മ എന്തിനമ്മ ഈ കരയുന്നത്? അമ്മ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കത്തില്ലെന്നേ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. സംഭവിക്കും മോളെ, സംഭവിക്കും. ഞാനൊരു കാര്യം എന്റെ മോളോട് പറയട്ടെ. എന്റെ മോള്, ഞാൻ പറയുന്നത് കേൾക്കണം. മറ്റുള്ളവർ പറഞ്ഞറിയുന്നതിന് മുമ്പ് നീ സത്യം നിന്റെ ഭർത്താവിനോടും അമ്മായിയമ്മയോടും പറ. അങ്ങനെയുള്ളപ്പം പ്രശ്നമില്ല മോളെ. നീ എല്ലാം മറച്ചു വെക്കാൻ ഉണ്ടായ സാഹചര്യത്തെക്കുറിച്ചും നിന്റെ ഗതികേടിനെ കുറിച്ചും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്ക് നീ. അങ്ങനെ വരുമ്പം എങ്ങനെയെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാലും പിന്നെ കുഴപ്പമില്ല.
തെറ്റ് ഏറ്റു പറഞ്ഞ് അവരോട് ക്ഷമ ചോദിച്ചാൽ ചിലപ്പോൾ അവർ നിന്നോട് ക്ഷമിക്കും, എല്ലാം പൊറുക്കും, നിന്റെ ഭർത്താവും പൊറുക്കും. മറ്റാരെങ്കിലും പറഞ്ഞ് സത്യം പറഞ്ഞാൽ എന്റെ പൊന്നോ എനിക്ക് പറ്റില്ല, ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ സംഭവിക്കും. ആ സത്യങ്ങളൊക്കെ ഞാൻ അവരോട് പറഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് എല്ലാം ഇല്ലാതാകും. നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ തന്നെ സംഭവിക്കും മോളെ. എന്തായാലും അവരറിയും മോളെ. അപ്പം അതിനു മുമ്പ് നീ പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് നിർത്തുന്നുണ്ടോ അമ്മേ? ഓരോ കേസ് കെട്ടും വള്ളിക്കേസുമായിട്ട് ഇറങ്ങിയേക്കും. ഏതൊരു ജോത്സ്യൻ എന്തോ പറഞ്ഞു അതും കേട്ടോണ്ട് വന്നിരിക്കുക. വേറെ പണിയില്ല അമ്മയ്ക്ക്. അമ്മേ ഞാൻ ഇവിടെ സന്തോഷത്തോടു കൂടിയാ കഴിയുന്നത്, എനിക്ക് ഒരു സന്തോഷക്കുറവില്ല. എന്റെ സമാധാനം കെടുത്തരുത് അമ്മ ഇങ്ങനെ ഇടയ്ക്ക് വന്നിട്ട്. അത് പിന്നെ ഞാൻ ആ ജോത്സ്യനെ പലതവണ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ അദ്ദേഹം എന്തൊക്കെ പറഞ്ഞു അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് മോളെ. അതുകൊണ്ടാ ഞാൻ വന്നത്. അതാ എന്റെ പേടി. ഓ എനിക്ക് കഷ്ടകാലമൊക്കെ ഉണ്ടായിരുന്നു, അത് മുമ്പ് പണ്ട്. അതാണെങ്കിൽ നിങ്ങളായിട്ട് ഉണ്ടാക്കിയ കഷ്ടകാലം ഒരുത്തൻ എന്റെ തലയിലെടുത്ത് വെച്ചില്ലേ, എന്റെ സമ്മതം ഇല്ലാതെ ഒരു കൈ കൊണ്ട് ഏൽപ്പിച്ചിട്ട് എനിക്കൊരു കുഞ്ഞിനെ തന്നിട്ട് അദ്ദേഹം കടന്നു കളഞ്ഞു. ചത്തുപോയി. ചെറിയ പ്രായത്തിൽ ഞാൻ വിധവയായത് അറിയാലോ. അന്നും നിങ്ങൾ ഈ ജോത്സ്യൻ ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് എന്തേ അതൊന്നും മുൻകൂട്ടി പ്രവചിച്ചില്ല, പറഞ്ഞില്ല? അത് പിന്നെ ശ്രുതി അങ്ങനെയൊന്നും നീ പറയല്ലേ. എന്റെ പൊന്നമ്മേ, എനിക്കിപ്പൊ നല്ല കാലം തന്നെയാ, ഇനി അങ്ങോട്ടേക്ക് നല്ല കാലം തന്നെ ആയിരിക്കും. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എന്റെ ജീവിതം നോക്കിക്കോളാം, എന്റെ കഷ്ടകാലം ഒക്കെ തീർന്നമ്മേ. അമ്മ അത് മനസ്സിലാക്ക്. എങ്ങനെയെല്ലാം കൺട്രോൾ ചെയ്ത് മുന്നോട്ടേക്ക് പോകണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അതുപോലെ പൊക്കോളാം. ശ്രുതി ഞാൻ പറയുന്നൊന്നും നീ കേക്ക് ശ്രുതി. അമ്മ ഇനി ഒന്നും പറയണ്ട. അമ്മ മര്യാദയ്ക്കിരുന്നേ. അമ്മ വീട്ടിൽ പോകാൻ നോക്ക്. എനിക്ക് ഷോറൂമിൽ പോകണം, അവിടെ ജോലിയുണ്ട്. മീരെ അമ്മേനെ ബസ് കയറ്റി വിടണം കേട്ടോ. ഞാന് പോട്ടെ അമ്മേ. അമ്മ വിഷമിക്കേണ്ട, ഒന്നും സംഭവിക്കത്തുമില്ല. ആദ്യം അവിടെ തന്നെയല്ലേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് അമ്മ ചെല്ലാൻ നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അവിടെ നിറങ്ങുക. ആർക്കറിയാം ശ്രുതിയുടെ ആ തള്ളയുടെ വേദനയും പരിഭവവും പരാതിയൊക്കെ. സ്വന്തം മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലല്ലേ ഇതൊക്കെ ഉണ്ടാവത്തുള്ളൂ. ആ ശ്രുതി മകനെ സ്നേഹിക്കുന്നുണ്ടോ? മകനെ സ്നേഹിക്കുന്നുണ്ടോ ഇങ്ങനെ നടക്കുവോ? എന്തൊരു കഷ്ടമാണല്ലേ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ മീരയോട് പറയാണ് കേട്ടോ, എന്റെ പൊന്നു മോളെ അവളെ പറഞ്ഞൊന്ന് മനസ്സിലാക്കുക. പല ദുരന്തങ്ങൾ ഉണ്ടാകും, കഷ്ടപ്പാടുണ്ടാകും. അതുപോലെ തന്നെ ശ്രുതിയും വീട്ടുകാരും അറിയും. അത് അടുത്ത് തന്നെ നടക്കും, ഇതെനിക്ക് ഉറപ്പാ മോളെ. അവളോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കും മോളെ, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ മീരയ്ക്ക് ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ സങ്കടവും ഒരു എന്താ പറയാ വിഷമവും ഒക്കെ വരുന്നുണ്ട്. ഏതായാലും നമ്മുടെ ചന്ദ്രയുടെ അമ്മയില് ശ്രുതിയുടെ അമ്മ പറഞ്ഞു, അനുഭവിക്കുമ്പോഴേ അവൾക്ക് ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, എങ്ങനെയെങ്കിലും ഇത് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട്. അവൾ അനുഭവിക്കുന്ന നമ്മളൊക്കെ കാണണ്ടേ. അതുകൊണ്ടാ മോളെ ഞാൻ ഇത്രയും വെപ്രാളപ്പെട്ട് ഇവിടെ വരെ വന്നതെന്നൊക്കെ പറഞ്ഞപ്പോ സാരമില്ല പോട്ടെ ഞാനേ പറയാന്നൊക്കെ നമ്മുടെ അമ്മേനെ സമാധാനിപ്പിച്ച് വിടുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രുതിനെയാ ഷോറൂമില് ആ കണ്ണേറമ്മയുടെ ഫോട്ടോ വെച്ചേക്കാണ് കേട്ടോ. അപ്പൊ അവിടെ തൂക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി വന്നപ്പോഴത്തേക്കും ചോദിച്ചു, ഇതെന്തിനാ ഈ ഫോട്ടോ ഇവിടെ വെക്കുന്നത്? അതിന് ദൃഷ്ടിദോഷം ഉണ്ടാകാതിരിക്കാന്. എന്റെ പൊന്നോടോ, ഈ ഫോട്ടോ എങ്ങനെ ഇവിടെ വെച്ചിരിക്കുന്നത് എന്റെ അമ്മ കണ്ടാൽ എന്റെ ലൈഫിൽ കെട്ടതേ നടക്കത്തുള്ളൂ, എടുത്തോണ്ട് പോടോ, ഇത് എടുത്തോണ്ട് കളയടോ എന്നിങ്ങനെ പറയോ. എന്നിട്ട് ഇവനൊക്കെ എവിടെ നിന്നാണോ ഇതൊക്കെ കൊണ്ടുവരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ വന്ന് ഇരിക്കുക. അത് ചെയ്തപ്പോഴത്തേക്ക് ഒരു കോള് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അഭിലാഷ് സാർ ആണല്ലോ. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. എന്താ സാർ? എവറിത്തിങ് ഫൈൻ സാർ. ഗുഡ് സാർ. ഓ എന്നൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ശ്രുതി ചോദിക്കുക, സാർ ഈ പറയുന്നത് സത്യമാണോ? ഓ താങ്ക് യു സർ, റിയലി താങ്ക് യു സാർ എന്നൊക്കെ പറയും. ഭയങ്കര സന്തോഷം നമ്മുടെ ശ്രുതിക്ക്. ഓക്കെ സാർ എന്നൊക്കെ പറയും. ഫോൺ കട്ട് ചെയ്തു. അപ്പോഴത്തേക്കും എടാ അമലെ, ആ ഫോട്ടോ ഇങ്ങ് കൊണ്ടുപോടാ, ആ ഫോട്ടോ കളയരുത്. ശ്രുതി ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, പറയാം ഇപ്പൊ തന്നെ ഗുഡ് ന്യൂസ് പറയാം. എന്റെ പൊന്നു ശ്രുതി ഒന്ന് പറ. അത് പറയാന്നേ. എടാ ആ ഫോട്ടോ, കണ്ണേറമ്മയുടെ ഫോട്ടോ അവിടെ തന്നെ വെച്ചോട്ടോ, ഒരു ഹാരം കിട്ടോട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി, എന്തിനാ ഈ ഫോട്ടോ വീണ്ടും കൊണ്ടുവച്ചത്? എന്താ പറ്റിയത്? എന്റെ സന്തോഷം കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഈ കണ്ണേറമ്മയുടെ ഫോട്ടോ ഇവിടെ വെച്ചാൽ നമുക്ക് സമ്പദ്സമൃദ്ധി ഉണ്ടാവും എന്ന് പറയുന്നത് വളരെയധികം ശരിയാ. ആ ഫോട്ടോ വെച്ച ഉടനെ തന്നെ അഭിലാഷ് സാർ വിളിച്ചത് കേട്ടില്ലേ? നമ്മളുടെ സബ് ഡീലേഴ്സിനെ കണക്ട് ചെയ്ത് കൊടുത്തില്ലേ? അതിന്റെ പ്രോഫിറ്റ് 10 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ടെന്ന്. 10 ലക്ഷമോ? അതേന്നെ, 10 ലക്ഷം. അത് പറയാനാ എന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്. സത്യമാണോ ശ്രുതി? സത്യം എന്റെ പൊന്നു ശ്രുതി. എന്റെ പൊന്നു കണ്ണേറമ്മ കാരണം ഞാൻ രക്ഷപ്പെട്ടു. ഈ കണ്ണേറമ്മേനെ ഇനി ഇവിടെ നിന്ന് എടുത്ത് മാറ്റണ്ടാട്ടോ. എല്ലാം എന്റെ ഈ കണ്ണേറമ്മ കാരണം തന്നെയാ. എന്റെ കണ്ണേറമ്മേ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഭയങ്കര പ്രാർത്ഥന. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ശ്രുതി ഈ ഫോട്ടോ വെക്കരുതെന്നല്ലേ ആന്റി പറഞ്ഞത്? ഇത് കണ്ടാൽ ആകെ പ്രശ്നമാവേ. അതും ശരിയാണല്ലോ ശ്രുതി, ഇപ്പൊ എന്ത് ചെയ്യും? ആരെങ്കിലും പറഞ്ഞ അമ്മ ഇതറിഞ്ഞാലും ഞാൻ ചെന്ന് വാങ്ങേണ്ടി വരും അമ്മയുടെ കയ്യിൽ. അമ്മ എനിക്കിട്ട് തരുകയും ചെയ്യും. പിന്നെ എന്താ ചെയ്യുന്നത്? എടാ അമല ഇങ്ങ് വന്നേടാ, എടാ പെട്ടെന്ന് വേടാ.
അപ്പോഴത്തേക്കും അമൽ വന്നിട്ട് എന്താ സാർ, എടാ ഈ ഫോട്ടോ എടുത്തോണ്ട് പോയെ. അല്ല സാറല്ലേ പറഞ്ഞു ഇപ്പം വെക്കാനായിട്ട്. ചോദിക്കാനും പറയാനും ഒന്നും നിൽക്കണ്ട, ഒന്ന് എടുത്തോണ്ട് പോടാ എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ വീണ്ടും മാറ്റി വെപ്പിച്ചുട്ടോ. ഒരു സമാധാനം കിട്ടുന്നില്ല. എന്റെ ദൈവമേ, അമ്മ ഇങ്ങോട്ടൊന്നും കയറി വരരുതേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കാണ് നമ്മുടെ പാർക്ക് മേറ്റ് വരുന്നത്. പാർക്ക് മേറ്റ് പാട്ടൊക്കെ പാടിക്കൊണ്ട് ഇങ്ങനെ വന്നിട്ട്, എന്താ ബ്രോ, എന്തുണ്ട് വിശേഷം? അത് പിന്നെ ഇന്നെനിക്ക് നല്ല ദിവസമാണ് ബ്രോ. അഭിലാഷ് സാറ് പ്രോഫിറ്റ് അയച്ചു. എത്ര അയച്ചു? അതൊക്കെ ഒരു ബിസിനസ് റീക്കട്ടാ, അതൊക്കെ പറയാൻ പറ്റുമോ? കൊള്ളാം കൊള്ളാം. ബ്രോയിനെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് ഞാനല്ലേ, എന്നിട്ട് എന്നോട് തന്നെ ഇങ്ങനെ പറയണം. ബ്രോയ്ക്ക് ഉപകാരമുള്ള കാര്യം പറയാൻ വേണ്ടി ഞാൻ വന്നതായതായാലും ഞാൻ ഇനി അത് പറയുന്നില്ല. അയ്യോ അങ്ങനെ പോവല്ലേ, നിക്ക് 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 പോവല്ലേ. ഇങ്ങ് വന്നേടാ. ബ്രോ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പോവാതെ ഇങ്ങ് വന്നേ. അത് പിന്നെ ഞാനൊരു തമാശക്ക് പറഞ്ഞതല്ലേ. തമാശക്കൊന്നും അല്ല നീ പറഞ്ഞത്. അത് പിന്നെ പറയടാ, നീ പറയാൻ ഇരുന്ന കാര്യം പറയടാ. അത് പിന്നെ പാർക്കിൽ സ്ഥിരമായിട്ട് ജോഗിങ്ങിന് വരുന്ന ഒരാളെ ഞാൻ കണ്ടു. ഇപ്പം അദ്ദേഹം എന്റെ ഫ്രണ്ടാ, വിശ്വനാഥൻ എന്ന പേര്. വലിയൊരു ബിസിനസ് മാഗ്നറ്റ് തന്നെയാ. ഗൾഫിലാ ബിസിനസ് ഒക്കെ നടത്തുന്നത്. ഇവിടെ ഹിൽ ടോപ്പില് അദ്ദേഹത്തിന് നല്ലൊരു വീടുണ്ട്, വലിയൊരു ബംഗ്ലാവ് തന്നെയാ. അതിനിപ്പം ഞാൻ എന്ത് ചെയ്യാനാ? ആ വീടിന്റെ ശരിക്കുള്ള വില എന്ന് പറയുന്നത് എത്രയാണെന്നറിയാമോ? 5 കോടി രൂപയോ. 5 കോടി. 5 കോടിയോ? അത് 3 കോടി രൂപയ്ക്ക് തരാന്ന് പറഞ്ഞു. ഞാന് ബ്രോയെ കുറിച്ച് അദ്ദേഹത്തിനോട് സംസാരിച്ചിരുന്നു. ബ്രോ ആ ബംഗ്ലാവ് ഒന്ന് മേടിക്ക്. അയ്യോ, കോടികളെ കുറിച്ചല്ല നീ പറയുന്നത്. അതിനുള്ള ക്യാഷ് ഒന്നും എന്റെ കയ്യിലില്ല. പിന്നെ കോടികളൊക്കെ കൈ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ട്രാഫിക് സിഗ്നൽ നിൽക്കുന്ന പോലെ അവിടെ തന്നെ നിൽക്കേണ്ടി വരും. ദേ, നമുക്ക് ലൈഫിന് മുന്നേറണമെന്നുണ്ടെങ്കിൽ കുറെ കമ്മിറ്റ്മെന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിന് പുറകെ ഓടും. അല്ല, ഈ 5 കോടിയുടെ വീട് എന്തിനാ അവര് 3 കോടിക്ക് വിൽക്കുന്നത് എന്ന് ശ്രുതി ചോദിച്ചു. അപ്പോഴത്തേക്കാണെങ്കിൽ പാർക്ക്മേറ്റ് പറഞ്ഞു, അത് പിന്നെ അയാൾ ആർത്തിയുള്ള ഒരാളൊന്നും അല്ല, നല്ല വിദ്യാഭ്യാസമുള്ള കഴിവുള്ള ഒരു ചെറുപ്പക്കാരന് മാത്രമേ ആ വീട് വിൽക്കത്തുള്ളൂ എന്നൊരു വാശിയിലാണ് അദ്ദേഹം ഉള്ളത്. പിന്നെ അദ്ദേഹം അതുപോലെ സൂക്ഷിക്കുന്നത്. അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയതായതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ സംരക്ഷിക്കണം. അപ്പൊ അതിന് പറ്റിയ ആൾക്കേ കൊടുക്കത്തുള്ളൂ. അയാൾക്ക് ഇടയ്ക്ക് വന്ന് വീടൊക്കെ ഒന്ന് കാണാമല്ലോ. അപ്പൊ ഞാൻ ബ്രോയുടെ കാര്യം പറഞ്ഞപ്പം അദ്ദേഹത്തിന് അത് ഓക്കെയാ. ഓക്കെ ആണെങ്കിൽ പിന്നെ ബ്രോയ്ക്കോ അല്ല സോറി ശ്രുതിക്ക് ഓക്കെ അല്ലേ? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര ഒരു ഡൗട്ട്. ഇപ്പൊ ശ്രുതി പറഞ്ഞു, 3 ലക്ഷം രൂപയ്ക്ക് 5 ലക്ഷം രൂപയുടെ സാധനം, അതിനെന്തെങ്കിലും ഗുലുമാലുകൾ കാണില്ലേ? പിന്നെ ഇത്രയും പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടോ ശ്രുതി എന്ന് പറഞ്ഞപ്പം പാർക്ക്മേറ്റ് പറഞ്ഞു, അത് പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ലോൺ എടുക്കത്തില്ലേ, നിങ്ങൾക്ക് ലോൺ കിട്ടത്തില്ലേ, നിങ്ങൾ വലിയ ബിസിനസ് മാഗ്നറ്റ് ഒക്കെ അല്ലേ, അപ്പൊ ലോൺ കിട്ടത്തില്ലേ എന്ന് ചോദിച്ചു. ഇതേതായാലും തലേ കയറ്റി വെച്ച് ഇരിപ്പുണ്ടേ. ഇപ്പൊ ഉടനെ തന്നെ ആ വീട് മേടിക്കാൻ പോകട്ടോ. എന്റെ ദൈവമേ, അത് അതിലും വലിയ രസമാണ്. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വിശേഷമായിട്ട് കാണാം. ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.